ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് കാണണ്ടേ? അതെ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ലഞ്ച് കാണിക്കാൻ പോവാണേ. എന്താണ് ഇത്ര വലിയ സ്പെഷ്യൽ എന്നല്ലേ? കാണിക്കട്ടെ എന്താന്നുള്ളത്. ഇതാണ് സ്പെഷ്യൽ ചട്ടിച്ചോറ്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശരിക്കുള്ള ചട്ടിച്ചോറ്. ഇതാണ് ചട്ടിച്ചോറ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചട്ടിച്ചോറ്. നല്ല അടിപൊളി മീൻകറി വെച്ച് ലാസ്റ്റ് ഇത്രയും വന്നിട്ടുള്ളൂ. ആ മീൻകറിയുടെ ചട്ടിയിലോട്ട് നമ്മുടെ സലാഡ്. ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കുഞ്ഞുമണീസ് ചിക്കൻ അങ്ങനെ കഴിക്കില്ല, മീൻസ് കറി വെച്ചത് കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ 2 കഷ്ണം എടുത്ത് ഞാൻ എനിക്ക് വേണ്ടി ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ആണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക തോരൻ വെച്ചത്. പിന്നെ മോര് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഒരു കുഞ്ഞ് ചട്ടിച്ചോറായില്ലേ. നമുക്ക് ചട്ടിച്ചോറൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് തന്നെ ചെയ്താൽ മതി. എന്താ, വീട്ടിൽ മീൻകറിയൊക്കെ വെച്ചിട്ട് ബാലൻസ് ഇത്തിരിയും ചട്ടിയിൽ വരുമല്ലോ. അപ്പൊ അതിലോട്ട് നമ്മുടെ വീട്ടിൽ അന്നുണ്ടാക്കിയ കൂട്ടാനൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ചട്ടിച്ചോറന്ന് തിന്നുക. വേറെ എവിടെയെങ്കിലും പോയി തിന്നുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പൊ ഞാൻ എൻ്റെ ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടെന്ന് പറയാമേ. ഇപ്പൊ ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും. കാരണം ചിക്കനും ആ ഇച്ചിരി പഴകിയ മീൻചാറും മീൻ കഷ്ണവും ഒക്കെ കൂട്ടിയുള്ള ആ കഴിപ്പേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ എന്തിനാണ് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി വലിയ കാശൊക്കെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമുക്ക് മിക്ക ദിവസങ്ങളിലും ചട്ടിച്ചോറ് തിന്നാം. നമ്മൾ മലയാളികൾക്ക് മീൻകറി ഇല്ലാതെ എന്ത് ജീവിതം. അപ്പൊ മീൻകറി ഇങ്ങനെ ചട്ടിക്കകത്ത് വെക്കുന്നവരാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് കഷ്ണവും ചാറും വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, എൻ്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവില്ല എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ രുചിയാണ്. വേറെ എങ്ങും പോയി പൈസ കൊടുത്ത് ഇത് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എന്തിനാ അത്രയും വില കൊടുത്ത് കഴിക്കുന്നത്? വീട്ടിലുള്ള കൂട്ടാനൊക്കെ തന്നെ മതി. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ചട്ടിച്ചോറ് കാലിയായി. കുറച്ച് മുള്ള്, കുറച്ച് എല്ല്, പിന്നെ നമ്മുടെ വറ്റൽമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ചട്ടി കാലിയായി നല്ല തൂത്ത് വടിച്ച് തിന്നിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ആയിരുന്നു കാണുന്നതിന്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ നമുക്ക് സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മീൻകറി വെക്കുന്നവരാണ്. അപ്പൊ അത് ചട്ടിയിലാണ് കൂടുതലും വരുന്നത്. നമ്മൾ മലയാളീസ് ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വരുന്ന മീനും ചാറും ഒക്കെ കൂട്ടി ആ ചട്ടിയിൽ തന്നെ നിന്നിട്ട് നോക്ക്. അടിപൊളി രുചിയാണ് കേട്ടോ. കണ്ടില്ലേ ആ ഒരു ടേസ്റ്റ്? എന്തുമാത്രം എന്റെ ചട്ടി ക്ലീനായി നോക്കൂ. കുറച്ച് ചാറ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കുഞ്ഞുമണീസ് ഫുഡൊക്കെ കഴിഞ്ഞേച്ച് വന്നിരിപ്പുണ്ട്. ഒരാൾ ഇവിടെ കഴിക്കുന്നതേ ഉള്ളൂ. ആള് കണ്ടില്ലേ, കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് ആ എല്ലിനോട് നല്ല മത്സരപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. കഴിക്കുന്ന കഴിപ്പ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് കഴിക്കുന്നതെന്ന്. വെറുതെയാണ് എന്നെ കാണിക്കാൻ വേണ്ടി. അതായത് ഞാൻ വഴക്ക് പറയും, കഴിക്കണം എന്ന് പറയും, അതിനുവേണ്ടി മാത്രം കഴിക്കുവാണ്. കണ്ടില്ലേ, പറഞ്ഞതിനുള്ള മുഖം നോക്കിയാൽ ഇപ്പൊ കരയെന്നുള്ള മട്ടിലിരിപ്പുണ്ടേ. ഇത് ഞങ്ങളുടെ കരച്ചിൽ റാണിയും, ഇത് ഞങ്ങളുടെ പിണക്ക റാണിയും. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഓക്കെ, ബൈ.